നമസ്കാരം, വെൽക്കം ബാക്ക് പ്ലസ് 5 ഗൈസ്. അപ്പം ഞാൻ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. കാരണം വേറെ ഒന്നുമില്ല, ഇന്ന് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട്. നമ്മുടെ ടീംസ് അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ എത്താറായിട്ടുണ്ട്. അത് ഞങ്ങൾ ഇവിടുന്ന് ഒരുമിച്ചാണ് എല്ലാവരും കൂടി പോകണം കേട്ടോ. അപ്പോൾ എല്ലാവരും മാറി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടല്ലോ, പ്രാർത്ഥനയ്ക്ക് റെഡി ആയിട്ട് ചേച്ചി നിൽക്കുന്നുണ്ട്. ജെയിംസ് ആയിട്ട് അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സെറ്റാണ് ഗൈസ്. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പോവാണ് കേട്ടോ. ഞാൻ വീഡിയോസൊക്കെ കാണിച്ചു തരാം, എവിടേക്കാണ് പോണേന്ന് എന്തേന്നുള്ളതൊക്കെ. ഇതെന്റെ ഹൃദയത്തെ വിളിക്കുന്നു. സംസ്ഥാനത്ത് നിന്ന് അതിളകി പോകുന്നു. അവിടുത്തെ ശബ്ദത്തിന്റെ മുഴക്കവും അവിടുത്തെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഗർജനവും ശ്രദ്ധിച്ചു കേൾക്കുകയും അവിടുന്ന് അത് ആകാശം മുഴുവൻ വ്യാപിക്കാൻ ഇടയാക്കുന്നു. മിന്നലിനെ ഭൂമിയുടെ അതിർത്തികൾ വരെ അയക്കുന്നു. പിന്നെയും അവിടുത്തെ ശബ്ദം മുഴങ്ങുന്നു. അവിടുത്തെ മഹനീയമായ അങ്ങനെ നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജെയിംസ് ആയിട്ട് അതേ വണ്ടി തിരിച്ചിടുന്നുണ്ട്. നമ്മുടെ പിള്ളേർ സെറ്റും എല്ലാവരും എന്തേ ഇറങ്ങി സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പോകുമ്പം എല്ലാവരും കാവടി തുള്ളിയിട്ടാണ് പോണത് കേട്ടോ. എങ്ങോട്ടാ? മലബാറിലോട്ട്. അങ്ങനെയും പറഞ്ഞാണ് പോണത്. എന്നെ പോലെ തന്നെ ഇവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷെ ഇവരെക്കാൾ ഒരു 2 പടി മുന്നേ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ എല്ലാവരും വണ്ടി കയറിയിട്ടുണ്ട്, സെറ്റാണ്. പിന്നിൽ നമ്മുടെ പിള്ളേർ സെറ്റ്, എളി, ഞാൻ, ജെയിംസ് ഏട്ടൻ, ചേച്ചി. അപ്പോൾ അതേ എനിക്കാണെങ്കിൽ സന്തോഷം കൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു സ്ഥലത്തേക്ക് എല്ലാവരും സപ്പോർട്ടോടു കൂടി പോകാമെന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ഫീലാണ്. അപ്പോൾ നമ്മുടെ ടീം ബാക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവർ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പോയി തുടങ്ങിയിട്ടുണ്ട്. അവർ നമ്മുടെ ബാക്കിൽ കുറച്ച് അങ്ങോട്ട് മറ്റേ ബ്ലോക്കിൽ വിട്ടുപോയി. ബ്ലോക്കിൻ്റെ കേസ് പിന്നെ ഞാൻ പറയണ്ടല്ലോ. ഇവിടെ തൊട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വഴിക്ക് നമ്മൾ ഇറങ്ങിയത് കുറച്ച് അബദ്ധമായിപ്പോയി. കാരണം നിരങ്ങി ബ്ലോക്ക് കിട്ടി. അങ്ങനെ പോണ വഴിക്ക് ഒരു വണ്ടിയുടെ പിന്നിൽ കണ്ടേക്ക കുരിപ്പുണ്ട്, സൂക്ഷിക്കുക. അത് വല്ലാത്തതായി പോയിട്ട്. ബ്ലോക്കാണ് ഗൈസ്. പോണം. അങ്ങനെ ഒരുവിധം ബ്ലോക്കിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് ചേർത്തലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അടുത്ത ബ്ലോക്ക് കിട്ടാൻ ചാൻസ് ഉള്ളത് നമ്മുടെ കലവൂരായിരിക്കും, കൃപാസനത്തിൻ്റെ അവിടെ ഇരിക്കും. അത് അടാറ് ബ്ലോക്കായിരിക്കും. അങ്ങനെ നമ്മുടെ ഇനിയും കുറേ ദൂരങ്ങൾ നമ്മൾ താണ്ടാനുണ്ട് നമ്മുടെ ഉദ്ദേശിച്ച സ്ഥലത്തോട്ട് എത്താനായിട്ട്. അപ്പോൾ പറഞ്ഞ് തീരുന്നതിന് മുന്നേ നമ്മുടെ അടാർ ബ്ലോക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ നമ്മുടെ കൃപാസനത്തിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര അധികം ആൾക്കാർ പ്രശ്നത്തിലാണെന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയ സൂചനയാണത്. കാരണം നമുക്കൊരു താഴ്ച വരുമ്പോഴാണ് നമ്മൾ തമ്പുരാനിലോട്ട് കൂടുതലെടുക്കുക അല്ലേ. ചിലപ്പോൾ കുറച്ച് 2-3 ചീത്തൊക്കെ പറയും കർത്താവിനോട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒന്നും ചെയ്തൊന്നുമില്ലല്ലോ, പിന്നെ വലിയ വർത്താനൊന്നും പറയണ്ട. പക്ഷെ എന്നാലും അവസാനം വന്ന് നിൽക്കുക കർത്താവിൻ്റെ അടുത്ത് തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ മാത്രമല്ല, എല്ലാവരും ഇതേപോലൊക്കെ തന്നെ. അപ്പോൾ ഉടമ്പടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകാൻ തോന്നുന്നുണ്ട്. നല്ല തിരക്കും പോരാത്തതിനും നല്ല മുടിഞ്ഞ വെയിൽ. വെയിൽ അസാധ്യ വെയിലായിരുന്നു കേട്ടോ. ഈ കണ്ട വെയിൽ കൊണ്ടിട്ട് വേണം ആൾക്കാർ ഇനി അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും ബസ് കാത്തിക്കാനും സമ്മതിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ടൈമിങ് മൊത്തം തെറ്റും. ഇപ്പോൾ ഏകദേശം ഒരു 1 മണിക്കായിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ട് എത്താൻ ഇനിയും പോകണം. അപ്പോൾ വരണ വഴിക്ക് ഇവിടെ ഇറങ്ങാമെന്ന് നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ പോകുന്ന വഴിക്കൊരു ബേക്കറി ആലപ്പുഴ ആയിട്ടുണ്ട്. ശവക്കോട്ടപ്പാലൊക്കെ കഴിഞ്ഞാൽ ആലപ്പുഴയായി. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സ്നാക്സ് മേടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ചെറിയൊരു തടക്കി വിശക്കണുണ്ട്. അങ്ങനെ അവിടെ നിന്ന് സ്നാക്കും കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മൾ ഇറങ്ങി. പറഞ്ഞു തീരല്ല, അടുത്ത ബ്ലോക്കിലോട്ട് എത്തി. എൻ്റെ പൊന്നോ, ചെറിയൊരു പാലമാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ആൾക്കാരായി. അപ്പുറത്ത് ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ കിടക്കണ കാണാട്ടാ. അപ്പോൾ ചെറിയ പാലത്തിൻ്റെ ഇടയിൽ കൂടെ ലെഫ്റ്റ് കയറി പോവുകയാണ്. ഇത്ര അധികം ആൾക്കാർ ക്യൂവിൽ നിൽക്കുമ്പോൾ അവരിങ്ങനെ റോങ് സൈഡ് കയറി പോവുക. അപ്പോൾ അത് കുറേ നേരം ബ്ലോക്ക്, വല്ലാത്തതാണ്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഡിറ്റേജി, റോസ്, മമ്മി,
ദിവ്യേച്ചി, ജുവാൻ, നൂനു എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചുള്ളൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോയിക്കാണ്. അപ്പോൾ അതേ നമ്മുടെ ചുള്ളൻ അവിടെ നിന്ന് നടന്ന് മന്ദം വരുന്നുണ്ട്. അങ്ങനെ അതേ നമ്മൾ അത്യാവശ്യം ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അപ്പം ആംബിയൻസൊക്കെ കൊള്ളാം, പക്ഷേ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ്. നമ്മളധികം അങ്ങനെ ഫുഡ് കഴിച്ചിട്ടില്ല, പക്ഷെ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ. കുറച്ച് ഹൈപ്പുണ്ട്. അപ്പോൾ അതേ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞ് ഫുഡും കാര്യങ്ങളൊക്കെ അതേ കഴിച്ചു. അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ അതേ ബില്ലടയ്ക്കാൻ നിൽക്കും. ഇതാണ് നമ്മുടെ ചെയ്യണത് പാവം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓവർ പ്രൈസ്ഡ് ആയിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഒരു മന്ത്രകോടിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുമ്പം ചെറുക്കൻ്റെ വീട്ടുകാരാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നാട്ടു നടപ്പ്. അപ്പോൾ പാവം ടീച്ചോ ഏകദേശം പൈസ പോയിട്ടുണ്ട്. അങ്ങനെ അതേ പിള്ളേർ സെറ്റ് നമ്മുടെ വണ്ടിയിൽ കയറിയിട്ടാണ്. അപ്പം ഇനി ഇവിടെ നിന്ന് അധികം ഇല്ല ചങ്ങനാശ്ശേരിയിലോട്ട്. നമ്മൾ ചങ്ങനാശ്ശേരിയിൽ എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷനായിട്ടുള്ള ലോഫ്റ്റിലോട്ടാണ് പോകണത് കേട്ടോ. അപ്പം പിള്ളേർ സെറ്റൊക്കെ പാട്ട് വെച്ച് ജാതി ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുകയാണ്. അപ്പോൾ സ്ഥലം എത്തി മക്കളെ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇത് സത്യമാണോ ഡ്രീമാണോ? കാരണം ഇത്രയും ദൂരത്തേക്കൊക്കെ വരാതെ പറഞ്ഞാൽ ഇമ്പോസിബിളാണ് കേട്ടോ. ഫൈനലി നമ്മൾ നമ്മുടെ ഡ്രീം ഡെസ്റ്റിനേഷനായിട്ടുള്ള ലോഫ്റ്റിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ട് കേട്ടോ, കണ്ടല്ലോ. അപ്പോൾ അതേ ഞങ്ങളെല്ലാവരും ഇവിടെ സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ജെയിംസ് സാറിനും ഡിജോയും വണ്ടി പാർക്ക് ചെയ്യാൻ പോയേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മുടെ ലോഫ്റ്റിലെത്തി. അപ്പോൾ അതേ വണ്ടി കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ട് അവരെത്തിയിട്ടുണ്ട്. നേരെ കയറാണ്. അപ്പോൾ നല്ല തിരക്കുണ്ട്. അപ്പോൾ കയറുമ്പോൾ തന്നെ നമ്മുടെ ജോയലേട്ടൻ്റെ വൈഫിനെ കണ്ടു കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൊക്കെ എന്ത് ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആണെന്നറിയോ. അതായത് ഒരു ജാടയില്ല. നമുക്ക് ഇത്ര വലിയൊരു സംരംഭമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾ വേണമെങ്കിൽ വന്നെടുത്ത് പോയാൽ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഒന്നും അല്ല കേട്ടോ. നല്ല മനുഷ്യൻ, നല്ല എന്താ പറയുക, നല്ല പേഴ്സണാലിറ്റി. അപ്പോൾ അവിടുത്തെ സ്റ്റാഫാണെങ്കിൽ എടുത്ത് പറയണം കേട്ടോ. നമുക്ക് മാച്ചായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരും, അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒക്കെ കാണിച്ചു തരും. അപ്പോൾ പറഞ്ഞ് തീരുന്നതിന് മുന്നേ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജോയലേട്ടൻ്റെ അവിടെ നിന്ന് വരുന്നുണ്ട്. പുള്ളിക്കാരനെ നമ്മൾ വിളിച്ചു വരുത്തി. എന്നാലേ നമ്മൾ യെസ് പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിച്ചു വരുത്തി. അങ്ങനെ അടുത്തത് നമ്മൾ ഇതേപോലെ മന്ത്രകോടി മാത്രം എടുക്കാൻ പോയതാണ് കേട്ടോ. അപ്പം അവിടെ ചെന്നപ്പം നല്ല കളക്ഷൻ ഉള്ളപ്പം, കാരണം വെഡ്ഡിങ് സാരിയും അതേപോലെ ബാക്കി ഇതിനുള്ള സമ്മതത്തിനായിക്കോട്ടെ, അതേപോലെ തന്നെ രണ്ടാം തരം ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ സാരിയും ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടാ. അപ്പം വൈറ്റ് സാരി വെച്ച് നോക്കുകയാണ്. അപ്പം പുള്ളിക്കാരൻ എനിക്കിങ്ങനെ പറഞ്ഞുതരാണ്, നമ്മളിങ്ങനെയുള്ള കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടിയും ഒരു ഭംഗി വരും. ഇപ്പം ഞാൻ ഓൾറെഡി മന്ത്രകോടി എടുത്തിട്ടുള്ള കാരണം, അതായത് പവിത്രപ്പെട്ടായതുകൊണ്ട് അങ്ങനത്തെ വെഡ്ഡിങ് സാരി എടുക്കേണ്ട, അതുകൊണ്ട് നെറ്റ് നോക്കാതെ കൊണ്ട് അതാകുമ്പോൾ കുറച്ച് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് ആവുമല്ലോ. അപ്പോൾ നല്ല രസം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ബ്ലൗസിൻ്റെ പാറ്റേണൊക്കെ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു വൈറ്റ് സാരി ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റേതായ കുറച്ച് ഇതുണ്ട്. കാരണം വൈറ്റ് വയ്ക്കുമ്പോൾ ഇനി ഡബിളായി തോന്നും. അതേപോലെ ഈ ഒരു ഷെയ്ഡ് വെച്ച് നോക്കി. എല്ലാ സാരീസും കൊള്ളാട്ടോ, യുണീക്ക് പീസാണ്, അത് പറയാണ്ടിരിക്കാൻ വയ്യ. അങ്ങനെ നമ്മൾ ചായ കുടിക്കാനായിട്ട് അവരെ കഫേയിലേക്ക് പോയി. അപ്പം അവിടെ നിന്ന് ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് റിഫ്രഷായി വീണ്ടും നമ്മൾ തപ്പിപ്പിടിച്ച് ഓരോന്ന് എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതേ ജോയിലേട്ടൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ച് അങ്ങനെ ബില്ലും കാര്യങ്ങളൊക്കെ പേ ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വന്നത് വെറുത്താണ് കേട്ടോ. എനിക്ക് നല്ല അടിപൊളി സാധനം കിട്ടി. അപ്പോൾ അതേ മന്ത്രകോടിയും കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിതൊന്നും ഡിസ്ക്ലോസ് ചെയ്യാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ അതേ മമ്മി ഏറ്റുവാങ്ങാണ് മന്ത്രകോടി. ഇതെനിക്ക് കെട്ടിൻ്റെ അന്ന് തലയിലിട്ട് വരുമ്പോഴാണ് കിട്ടുള്ളൂ. ബ്ലൗസ് പീസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ അവിടെ നിന്ന് എല്ലാം പർച്ചേസൊക്കെ ചെയ്ത് ഇറങ്ങി. ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് അവർ യാത്ര പറഞ്ഞ് ഞങ്ങളും അവരിറങ്ങാണ്. അവർക്ക് ഇനി തൃശ്ശൂർ എത്തണം, നമുക്ക് എറണാകുളത്തേക്ക് എത്തണം. അപ്പോൾ നമ്മൾ വന്ന വഴിയല്ല പോണത്. സത്യം പറഞ്ഞാൽ വഴി അറിയാത്തതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മര്യാദയ്ക്ക് നമ്മുടെ വൈക്കം തലവലപ്പറമ്പ് ഏറ്റുമാനൂർ ആ വഴിക്ക് ഇങ്ങോട്ട് എത്തായിരുന്നു. അത് സിമ്പിളായിരുന്നു, ഇത്ര ബ്ലോക്ക് വരില്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ പോയ ബുദ്ധി ഇപ്പോൾ ആന പിടിച്ചാലും കിട്ടില്ലല്ലോ. എന്തായാലും പറ്റി. അങ്ങനെ അവർ ഏകദേശം എത്താറായിട്ടില്ല, ടൈം എടുക്കും. ഞങ്ങൾ ഏകദേശം എത്താറായിട്ടാ. അങ്ങനെ ഗൈസ് നമ്മുടെ
സംഭവബഹുലമായ ഡ്രസ്സ് എടുക്കൽ, അതായത് വെഡ്ഡിങ് പർച്ചേസിൻ്റെ ആദ്യം ഒരു ഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. അയ്യോ, ബ്ലോക്കിൽ വിട്ട് നമ്മൾ സമയം പോയൊരു പോക്കേ ഒരു വിധത്തിലൂടെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ കിടക്ക കണ്ടാൽ മതി എന്നാണ് എല്ലാവരുടെയും അവസ്ഥ. പപ്പട പരിവായി യാത്ര ചെയ്ത് പക്ഷെ പോയത് അടിപൊളിയായിട്ട് കേട്ടോ. നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അടിപൊളിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ മന്ത്രകോടി ആയിക്കോട്ടെ, എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ആയിക്കോട്ടെ, അതുപോലെ തന്നെ സെക്കൻഡ് സാരി ആയിക്കോട്ടെ, വൈറ്റ് സാരി ആയിക്കോട്ടെ, എല്ലാം പൊളിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും പറഞ്ഞത് നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊരു സന്തോഷം. എം ലോഫ്റ്റിൽ പോയി എങ്ങനെ എൻ്റെ എന്താ പറയുക, എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു കല്യാണം ഉറപ്പിച്ചപ്പം എന്തായാലും സാരിയും കാര്യങ്ങളൊക്കെ എം ലോഫ്റ്റിൽ തന്നെ എടുക്കണമെന്ന്. അതിനെൻ്റെ ചെറുക്കനും സമ്മതിച്ചു, എൻ്റെ വീട്ടുകാരും സമ്മതിച്ചു. അത് കാരണം എനിക്ക് അവിടെ വരെ പോയി അതൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റി. അത് കാരണം താങ്ക് യു സോ മച്ച്. അവരോടൊക്കെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.